ജന്മഭൂമിയിലാകെ ബി.ജെ.പി താമര വിരിയിച്ചപ്പോഴും പിടികൊടുക്കാതെ നിന്ന സംസ്ഥാനമാണ് ഡൽഹി. വമ്പൻ വിജയം നേടി നരേന്ദ്രമോദിയും ബി.ജെ.പിയും 2014 മുതൽ രാജ്യം ഭരിക്കുകയാണെങ്കിലും തലസ്ഥാന ഭരണം പിടിക്കാൻ പിന്നെയും കാത്തിരിക്കേണ്ടി വന്നു. 27 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ബി.ജെ.പി വീണ്ടും ഡൽഹിയുടെ രാഷ്ട്രീയ മുഖമാകുന്നത്. ഡൽഹിയിൽ ബി.ജെ.പിയുടെ ഈ ആഘോഷത്തിന് 27 വർഷത്തെ കാത്തിരിപ്പുണ്ട്. കേന്ദ്രഭരണത്തിൽ ബി.ജെ.പിയുടെ സുവർണകാലത്തെല്ലാം മുഖം തിരിച്ചു നിന്ന ഡൽഹിയുടെ ചരിത്രം കൂടിയാണ് ഇപ്പോൾ മാറുന്നത്. അടൽ ബിഹാരി വാജ്പേയിയുടെ കാലത്തും പിന്നീട് നരേന്ദ്രമോദി അധികാരത്തിലെത്തിയപ്പോഴും ഡൽഹി ഭരിച്ചത് പ്രതിപക്ഷം. കഴിഞ്ഞ 10 വർഷമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്കും സംസ്ഥാന ഭരണത്തിൽ ആം ആദ്മി പാർട്ടിക്കും വമ്പൻ ജയം നൽകുന്ന ഡൽഹി ജനതയുടെ വിധിനിർണയ രീതി ഇക്കുറി മാറി. രാജ്യത്തിന്റെ ഭരണം നേടിയിട്ടും മൂക്കിൻ കീഴിലെ ഡൽഹി ഭരണം പിടിക്കാനാകാത്തത് ബി.ജെ.പിക്ക് നാണക്കേടായിരുന്നു. രാഷ്ട്രപതി ഭവനും പാർലമെന്റുമെല്ലാം ഉൾക്കൊള്ളുന്ന ന്യൂഡൽഹി മണ്ഡലത്തിൽ പോലും വിജയിച്ചത് മോദിയെ വെല്ലുവിളിക്കുന്ന അരവിന്ദ് കെജ്രിവാൾ. അഴിമതി വിരുദ്ധ മുഖമായി മാറി രാഷ്ട്രീയത്തിലെത്തിയ അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെയുള്ള ആം ആദ്മി പാർട്ടി നേതാക്കൾക്കെതിരെയുള്ള കേന്ദ്ര ഏജൻസികളുടെ നടപടികളും ബി.ജെ.പിക്ക് അനുകൂലമായി. മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും അടക്കം ജയിലിലായപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ സംഘടനാശേഷി ദുർബലമായി. കേന്ദ്രഭരണത്തിന്റെ കരുത്തിൽ ഡൽഹി സർക്കാരിനെ ബി.ജെ.പി ഇല്ലാതാക്കുന്നു എന്ന ആം ആദ്മി പാർട്ടിയുടെ സഹതാപ പ്രചാരണവും ഏശിയില്ല. ഏറ്റവും ഒടുവിൽ കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച ആദായനികുതി ഇളവും ഡൽഹി ജനതയെ സ്വാധീനിച്ചു. മധ്യവർഗത്തെ ചേർത്ത് നിർത്തുമെന്ന കേന്ദ്ര സർക്കാരിന്റെ ഉറപ്പ് ഈ വിഭാഗത്തിന് ഏറെ സ്വാധീനമുള്ള ഡൽഹിയിൽ പ്രതിഫലിച്ചു. കഴിഞ്ഞ വർഷത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ്യമാകെ തിരിച്ചടി നേരിട്ടപ്പോഴും ഡൽഹിയിലെ 7 മണ്ഡലങ്ങളും ബി.ജെ.പിക്കൊപ്പം നിന്നു. അപ്പോഴും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനം കൈവിടില്ല എന്നായിരുന്നു ആം ആദ്മി പാർട്ടിയുടെ പ്രതീക്ഷ. മോദി തരംഗത്തിലും ഡൽഹിയിൽ കാലിടറിയ ബി.ജെ.പി 2.5 പതിറ്റാണ്ടിനു ശേഷം രാജ്യ തലസ്ഥാനത്ത് അധികാരത്തിലെത്തിയതിന്റെ ആവേശത്തിലാണ്. വിനീത വിജി, 24, ഡൽഹി.